അസ്സലാമു അലൈക്കും. ഞാൻ സൈനുദ്ദീൻ ആരിഫ്. മൊഗ്രാൽ ന്യൂസിൻ്റെ 5ാം എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇപ്രാവശ്യവും രാഷ്ട്രീയ വർത്തമാനങ്ങൾക്ക് തന്നെയാണ് മൊഗ്രാൽ ന്യൂസ് മുൻതൂക്കം നൽകിയിട്ടുള്ളത്. രാഷ്ട്രീയ വളക്കൂറുള്ള മൊഗ്രാലിൻ്റെ മണ്ണിൽ തെരഞ്ഞെടുപ്പ് രംഗം ആവേശത്തിൻ്റെ ഉച്ചസ്ഥായിയിലേക്ക്. തീർത്തും പ്രവചനാതീതമാണ് കാര്യങ്ങൾ. സ്ഥാനാർത്ഥികളാകട്ടെ പ്രത്യാശയുടെ നെറുകയിലും. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ചൂടും ചൂരും സന്നിവേശിപ്പിച്ച് മൊഗ്രാലിലെ 6 വാർഡുകളിലും അടുത്തയാഴ്ച ജനവിധി. 6 വാർഡുകളിൽ 14, 16, 19 എന്നിവ സ്ത്രീ സംവരണ വാർഡുകളും 15, 17, 18 എന്നിവ ജനറൽ വാർഡുകളുമാണ്. ഇതിലേറ്റവും ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്നത് 19ാം വാർഡായ കൊപ്പളത്താണ്. ആദ്യം UDFും ജനകീയ മുന്നണിയും തമ്മിലായിരുന്നു പോരാട്ടം. ഇപ്പോൾ റസിയയുടെ രംഗപ്രവേശത്തോടെ ഇടതുമുന്നണിയും സജീവമായി. 17ാം വാർഡിൽ MA മൂസയും KM മുഹമ്മദും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. അടിയുറച്ച പാർട്ടി വോട്ടുകൾക്ക് പുറമെ വ്യക്തിഗത വോട്ടുകളും തങ്ങളുടെ രക്ഷയ്ക്കെത്തുമെന്ന് ഇരുകൂട്ടരും പ്രതീക്ഷ പുലർത്തുന്നു. മൊഗ്രാലിലെ സ്ഥാനാർത്ഥികൾ മൊഗ്രാൽ ഓൺലൈനിലെ പ്രേക്ഷകരോട് സംസാരിക്കുന്നു. ബദ്രിയ നഗർ 15ാം വാർഡിൽ ഞാൻ മത്സരിക്കുകയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി. എൻ്റെ ചിഹ്നമായ കൊട അടിയാളത്തിൽ നിങ്ങളുടെ വീട്ടുകാരും നിങ്ങളുടെ സുഹൃത്തുക്കളും എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഇതിനു മുമ്പ് 35 വർഷക്കാലം അവിടെ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥികളും ജനങ്ങളോട്, പാവപ്പെട്ടവരോട് ചെയ്ത വാഗ്ദാനം ആരും നിറവേറ്റിയില്ല. അതുകൊണ്ട് പുതിയതായി ഈ മത്സരിക്കുന്ന പാവപ്പെട്ടവനായ സ്ഥാനാർത്ഥി ഇബ്രാഹിം നിങ്ങളോട് ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്. എന്നെ നിങ്ങൾ വിജയിപ്പിച്ച് പഞ്ചായത്തിൽ അയക്കുകയാണെങ്കിൽ ഞാൻ എന്നിൽ കഴിയുന്ന പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന എന്ത് ആനുകൂല്യങ്ങളും വാർഡിലേക്ക് എത്തിക്കുമെന്ന് വാക്ക് തരും. ആസന്നമായ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ KK-പുരം 15ാം വാർഡിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നു. ഈ വാർഡിന്റെ വിജയത്തിനും വികസനത്തിനും വേണ്ടി നിങ്ങളെല്ലാവരും വോട്ട് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങളുടെ നാട്ടിലെ കുടുംബത്തിനും അവരുടെ മറ്റു സഹോദരങ്ങൾക്കും വിളിച്ചു പറഞ്ഞ് നമ്മൾക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ ചിഹ്നം തെങ്ങടയാളമാണ്. തെങ്ങടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മൊഗ്രാലിലെ പ്രവാസി സുഹൃത്തുക്കളെ, ആസന്നമായ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ മൊഗ്രാലിലെ 17ാം വാർഡിൽ നിന്ന് കുമ്പള ഗ്രാമപഞ്ചായത്തിലേക്ക് ജനവിധി തേടുകയാണ്. മൊഗ്രാലിൻ്റെ സമഗ്രമായ വികസനമാണ് എൻ്റെ ലക്ഷ്യം. അതിനായി മൊഗ്രാലിലെ പ്രവാസി സുഹൃത്തുക്കൾ, നാട്ടിലുള്ള ബന്ധുക്കൾ, കുടുംബക്കാർ, സുഹൃത്തുക്കൾ എല്ലാവരോടും നിങ്ങളുടെ വിലയേറിയ വോട്ടവകാശം എനിക്ക് വേണ്ടി വിനിയോഗിക്കാൻ ആവശ്യപ്പെടണം. ഈ നാടിൻ്റെ വികസന കാര്യത്തിൽ എന്നും ഞാൻ നിങ്ങളോടൊപ്പമുണ്ടാകും, നാട്ടുകാർക്കൊപ്പമുണ്ടാകും എന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും. എന്നെ അറിയാമല്ലോ, എൻ്റെ പേര് താജുദ്ദീൻ. ആസന്നമായ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 18ാം വാർഡിൽ മൊഗ്രാൽ ടൗണിൽ നിന്നും ഞാൻ മത്സരിക്കുന്ന വിവരം അറിഞ്ഞിരിക്കുമല്ലോ. ഞാനിവിടെ LDF സ്വതന്ത്രനായിട്ട് കായ്ഫലമുള്ള തെങ്ങടയാളത്തിൽ മത്സരിക്കുന്നു. നാടിൻ്റെ വികസനത്തിനും മറ്റെല്ലാ കാര്യങ്ങൾക്കും വേണ്ടി എന്നും നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവുമെന്ന് ഉറപ്പുതരുന്നു. മൊഗ്രാൽ ഓൺലൈനിലെ പ്രവാസി സുഹൃത്തുക്കളെ, ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 18ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ്. നമ്മുടെ മൊഗ്രാൽ ടൗണിൻ്റെ സമഗ്രമായ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ മത്സരരംഗത്തുള്ളത്. എൻ്റെ നാട്ടുകാരായ സുഹൃത്തുക്കൾ നിങ്ങൾ നാട്ടിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങളുടെ ബന്ധുമിത്രാദികളോട് എനിക്ക് വോട്ട് നൽകാൻ അഭ്യർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. നിങ്ങൾ നാട്ടിലുള്ളവരാണെങ്കിൽ, ഈ വാർഡുകാരനാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഏണി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. മൊഗ്രാൽ പുത്തൂരിനെതിരെ മൊഗ്രാലിന്റെ അപ്രതീക്ഷിത തോൽവി. മൊഗ്രാൽ ഓൺലൈനിൽ വാക്പയറ്റ്. ബദ്ധവൈരികളായ മൊഗ്രാൽ പുത്തൂരിൽ നിന്നേറ്റ തോൽവി നാട്ടിലെ ഫുട്ബോൾ പ്രേമികൾക്കൊപ്പം വിദേശങ്ങളിൽ ജോലി നോക്കുന്ന
മൊഗ്രാൽ നിവാസികൾക്കും കൈപ്പേറിയ അനുഭവമായി. മൊഗ്രാൽ ടീമിന് വിമർശനവും പിന്തുണയുമായി ഇകഴ്ത്തിയും പുകഴ്ത്തിയും ശക്തമായ വാക്പയറ്റാണ് മൊഗ്രാൽ ഓൺലൈനിൽ ഇപ്പോൾ അരങ്ങേറുന്നത്. മൊഗ്രാൽ ഞാൻ പുത്തൂരിനോട് തോക്കാൻ എന്താണ് കാരണം? ഒരു ജയിച്ചത് ആര്? പുത്തൂർ ജയിച്ചു. പുത്തൂർ ജയിച്ചു, അതന്നെ ഒന്നാമത്തെ കാരണം. അത് ഞാൻ കുറെ ആലോചിച്ചോണ്ട് ഇത് എങ്ങനെ സംഭവിച്ചു. കളിയിൽ തോൽവിയും ജയിപ്പേണ്ട തന്നെ അത് വലിയ പ്രശ്നമൊന്നുമല്ല. ഒരു ഇന്ത്യ ബ്രസീലിനോടല്ലേ ജയിക്കുമ്പോഴായിട്ടുണ്ടാവും പുത്തൂർകാർ. പുത്തൂരുകാർ നന്നായി കളിച്ചത് കൊണ്ട് അവർ ജയിച്ചു. പാകിസ്ഥാനോട് ഇന്ത്യ തോറ്റതുപോലെയാണ്. കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ഉയരത്തിൽ, കൂടുതൽ ദൂരത്തിൽ മൊഗ്രാൽ GVHSൽ കായിക മത്സരങ്ങൾ അരങ്ങേറി. നാളെയുടെ കുരുന്നു പ്രതിഭകൾ ഓടിയും ചാടിയും എറിഞ്ഞും കഴിവ് തെളിയിച്ച സ്പോർട്സ് മത്സരങ്ങൾ മൊഗ്രാൽ GVHSൽ 12, 13 തീയതികളിലായി നടന്നു. ട്രാക്കിൽ മത്സരം നടക്കുന്ന കുട്ടികൾ ട്രാക്ക് മുറിച്ച് കിടക്കരുത്. 800 മീറ്റർ ട്രാക്കിൽ സീനിയർ വിഭാഗം കുട്ടികളുടെ 800 മീറ്റർ മഞ്ചേശ്വരം മണ്ഡലം മുസ്ലിം ലീഗ് ട്രഷറർ അഡ്വക്കേറ്റ് സക്കീർ അഹമ്മദ് വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിന്റെ ചില പ്രസക്ത ഭാഗങ്ങൾ. INLന്റെ സാന്നിധ്യം ഇപ്രാവശ്യം UDFന്റെ നില മെച്ചപ്പെടുത്തുന്നു. തീർച്ചയായും INLനെ സംബന്ധിച്ചിടത്തോളം കുമ്പള പഞ്ചായത്തിൽ എല്ലാ വാർഡുകളിലും വേരുള്ള ഒരു പാർട്ടിയാണ്. താങ്കളുടെ ഈ നിലപാട് താങ്കളുടെ തന്നെ മുൻവാദങ്ങൾക്ക് എതിരല്ലേ? താങ്കൾ മുൻപ് പറഞ്ഞിരുന്നത് INLന് തീരെ ശക്തിയില്ല എന്നല്ലേ? ഞങ്ങൾ പറഞ്ഞിട്ടില്ല INLന് ശക്തിയില്ല എന്ന് ഒരു കാലത്തും പറഞ്ഞിട്ടില്ല. INLന് ജനപ്രതിനിധിയെ പഞ്ചായത്തിലേക്കോ മറ്റിടങ്ങളിലേക്കോ അയച്ചു കൊടുക്കാനുള്ള ശക്തി വാർഡുകളിലില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്രാവശ്യം അത് എങ്ങനെ താങ്കൾ INLന്റെ പ്രവേശനം താങ്കളുടെ പാർട്ടിക്ക് എങ്ങനെ ഉപകരിക്കും? INLന്റെ പ്രവേശനം ഞങ്ങളുടെ പാർട്ടിക്ക് വളരെയധികം ഗുണകരമാണ്. അതിന് കാരണമുണ്ട്. ഞങ്ങളുടെ ഒരു വീടുകളിലും ഞങ്ങളുടെ ബന്ധങ്ങളിലും പലയിടത്തും INLൽപ്പെട്ട കുറെ യുവാക്കൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. ബാബരി മസ്ജിദിന്റെ തകർച്ചയോടനുബന്ധിച്ച് സാത്വികനായ സേട്ട് സാഹിബ് നടത്തിയ വാദങ്ങൾ ന്യായീകരിക്കലല്ലേ നിങ്ങളിപ്പോൾ INLന് സ്വാഗതം ചെയ്യലിലൂടെ ചെയ്യുന്നത്? 1992 ശേഷം ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ മർഹൂം സേട്ട് സാഹിബ് രൂപം കൊടുത്ത INLന്റെ തീരുമാനം അന്ന് ഒരുപക്ഷെ രാഷ്ട്രീയമായി ശരിയായിരിക്കാം. അണികൾ മുസ്ലിം ലീഗിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിന് തടയാൻ മർഹൂം സേട്ട് സാഹിബ് രൂപം കൊടുത്ത INL അന്ന് രാഷ്ട്രീയമായി എടുത്ത തീരുമാനം പക്വതയോടെ ഉള്ള തീരുമാനമായിരിക്കാം. പക്ഷേ അതിനുശേഷം കണ്ട പല തീരുമാനങ്ങളും ഇന്ത്യയിൽ കണ്ട ചരിത്രം ഞങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവാം. മുസ്ലിം ലീഗ് അന്നെടുത്ത തീരുമാനം ശരിയായ തീരുമാനമായിരുന്നു. മതന്യൂനപക്ഷങ്ങളുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മറ്റ് ന്യൂനപക്ഷങ്ങളും മുസ്ലിം ലീഗിന് കീഴിൽ അണിചേരാൻ തീരുമാനിച്ചത് മുസ്ലിം ലീഗ് അന്നെടുത്ത തീരുമാനം ശരിയാണ് എന്ന് കാലം തെളിയിച്ചിരിക്കുന്നു. താങ്കളൊരു സജീവ മാർക്സിസ്റ്റ് പ്രവർത്തകനായിരുന്നു. പെട്ടെന്ന് പാർട്ടി മാറാൻ എന്താണ് കാരണം? സജീവമായിട്ടില്ല, ഒരു കാലത്തും സജീവമായിട്ടില്ല. അത് സ്റ്റുഡന്റ് രാഷ്ട്രീയത്തിൽ മാത്രം അങ്ങനെ മംഗലാപുരത്ത് പഠിച്ചതുകൊണ്ട് MSFന്റെ അഭാവം കൊണ്ട് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടി വന്നു. താങ്കൾ അഡ്വക്കേറ്റായി വർക്ക് ചെയ്യുമ്പോഴും താങ്കൾ DYFIയുടെ ഒരു നേതാവായിരുന്നല്ലോ. താങ്കൾ വിശദീകരിക്കാൻ പറ്റുമോ? അഡ്വക്കേറ്റായി വർക്ക് ചെയ്യുമ്പോൾ DYFന്റെ നേതാവായിട്ടില്ല. അത് ശരിയായ ഇതല്ല. നിങ്ങളുടെ ചോദ്യം ശരിയായ ഇതല്ല. എന്റെ മരിച്ചുപോയ സഖാവ് ഭാസ്കര കുമ്പള എന്റെ സുഹൃത്തായിരുന്നു. അയാൾ LLB പഠിക്കുന്ന സമയത്ത് എന്റെ കോളേജിൽ എന്റെ സുഹൃത്തായിരുന്നു. അങ്ങനെ ഒരു സൗഹൃദ ബന്ധമുണ്ടായിരുന്നേ ഉള്ളൂ. രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി പാർട്ടി മാറിയതാണെന്നാണ് നാട്ടിൽ പൊതുവെ എല്ലാവരും പറയുന്നത്. താങ്കൾ അത് ശരിയല്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊന്നും കാണാത്ത ഒരു അസ്വാരസ്യങ്ങളാണ് ഈ പ്രാവശ്യം ജിയിൽ കണ്ടത്. അത് ഏറ്റവും ഒടുവിൽ BN മുഹമ്മദ് അലിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ വളരെ വ്യക്തമായി അത് കണ്ടതാണ്. താങ്കൾ നിഷേധിക്കാൻ താങ്കൾ ശ്രമിച്ചാലും അത് നാട്ടുകാർക്കൊക്കെ വളരെ വ്യക്തമാണ്. ലീഗിൽ വളരെ വലിയ തോതിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത്. എന്തുകൊണ്ടാണ് ലീഗിൽ ഇങ്ങനെയുള്ള അസ്വാരസ്യം ഉണ്ടായത്? സ്ഥാനാർത്ഥി നിർണയം പാർട്ടി അംഗീകരിച്ചതിന് ശേഷം ഒരു സ്ഥാനാർത്ഥിക്കെതിരെയും ഐക്യജനാധിപത്യ മുന്നണിയിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്കെതിരെയും ആരും തന്നെ
നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ആരും തന്നെ പ്രവർത്തിക്കാനോ വോട്ട് അഭ്യർത്ഥിക്കാനോ ആരും തന്നെ ഇതുവരെ രംഗത്തിറങ്ങിയിട്ടില്ല. നിങ്ങൾ ഉദ്ദേശിച്ച ഈ BN മുഹമ്മദ് അലിയുടെ വാർഡായ ബദ്രിയാനഗറിൽ പോലും വേറെ 3-4 സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുത്താലും ഇവരെല്ലാവരും പിൻവലിച്ചുകൊണ്ട് ഒറ്റ സ്ഥാനാർത്ഥിയാണ് അവിടെ ഏണിച്ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. താങ്കളുടെ ഭാര്യ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നുണ്ടല്ലോ, താങ്കൾക്ക് വിജയപ്രതീക്ഷയുണ്ടോ? തീർച്ചയായും നല്ല വിജയപ്രതീക്ഷയാണുള്ളത്. വിജയിച്ചാലുള്ള വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? തെരഞ്ഞെടുപ്പ് വാഗ്ദാനം കഴിഞ്ഞ 5 വർഷം മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ മഞ്ചേശ്വരം ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു ഫരീദ. അവിടെ മെമ്പറായിരിക്കെ പല നേട്ടങ്ങളും പല കാര്യങ്ങളും അവിടെ ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ആ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇപ്രാവശ്യം പാർട്ടി രണ്ടാമത് മത്സരിക്കാൻ അവസരം കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ജില്ലാ പഞ്ചായത്ത് മെമ്പറായ മുസ്ലിം ലീഗിന്റെ മെമ്പർമാരിൽ ഫരീദ ഒരാൾക്ക് മാത്രമാണ് വീണ്ടും ടിക്കറ്റ് നൽകിയിരിക്കുന്നത് പാർട്ടി മത്സരിക്കാൻ. അതിനർത്ഥം ബാക്കിയുള്ള മുസ്ലിം ലീഗിലെ മെമ്പർമാരെല്ലാവരും വീക്കായിരുന്നു എന്നാണോ താങ്കൾ? വീക്കായിരുന്നു എന്നല്ല, പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കണം എന്നുള്ള പാർട്ടിയുടെ തീരുമാനം നടപ്പിലാക്കുമ്പോൾ തന്നെ മുൻ മെമ്പറായിരുന്ന ഫരീദയെ പാർട്ടി ഒന്നുകൂടി അവസരം കൊടുക്കുകയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് ഭരണം UDF കിട്ടുകയാണെങ്കിൽ താങ്കളുടെ ഭാര്യ പ്രസിഡന്റ് ആവുന്നുള്ള സൂചന കേൾക്കുന്നുണ്ടല്ലോ, അത് ശരിയാണോ? അത് പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. അതിനെപ്പറ്റി എനിക്ക് അഭിപ്രായമില്ല. കൊപ്പളത്ത് ശക്തമായ ഒരു പോരാട്ടമാണ് നടക്കുന്നത്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന പ്രതീക്ഷയുണ്ടോ? തീർച്ചയായും. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കൊപ്പളം വളരെ വേരോട്ടമുള്ള ഒരു വാർഡാണ്. അവിടെ മുൻകാലങ്ങളിലെല്ലാം കൊപ്പളത്ത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി അല്ലാതെ വേറൊരു സ്ഥാനാർത്ഥി ജയിച്ചു പോയിട്ടില്ല. ഇപ്രാവശ്യവും MP ഫക്രുദ്ദീൻ ഖാന്റെ മരുമകൾ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും. ഒരു സംശയവുമില്ല. മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ ഒരു കാരണവശാലും വ്യതിചലിക്കും. അതേ കൊപ്പളം വാർഡിൽ നിന്ന് തന്നെയല്ലേ സിദ്ദീഖ് അലി മുഗ്രാൽ ജനതാദളിന്റെ സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷ പിന്തുണയോടെ വിജയിച്ചത്? സിദ്ദീഖ് അലി മുഗ്രാലിന്റെ വിജയം അന്ന് ചില വ്യക്തിബന്ധങ്ങൾ അന്ന് സ്വാധീനിച്ചിട്ടുണ്ടാവാം. പക്ഷേ അങ്ങനെയുള്ള ഒരു സന്ദർഭമല്ല ഇപ്പോഴുള്ളത്. ഉമ്പായിച്ചാനെ പോലെയുള്ള നാട്ടിലെ രാഷ്ട്രീയ പ്രമുഖരെല്ലാം ഈ ഇലക്ഷനിൽ നിന്നും സജീവമായി പ്രവർത്തിച്ച് കാണുന്നില്ല. എന്താണ് അത് നിങ്ങളുടെ ദോഷമായി ബാധിക്കില്ല? അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈമുട്സ് ഉമ്പായിച്ച MM ഇബ്രാഹിം തന്റെ വാർഡിൽ പെർവാട് വാർഡിൽ വളരെ സജീവമാണ്. ബദ്രിയാനഗർ വാർഡിലും വളരെ സജീവമാണ്. അത് നിങ്ങൾ ഇവിടെ തെറ്റായ ഒരു പ്രചാരണം രാഷ്ട്രീയ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ശത്രുക്കളായ നിങ്ങൾ പരത്തുകയാണ്. മുസ്ലിം ലീഗിന്റെ എല്ലാ നേതാക്കന്മാരും വളരെ സജീവമായി ഈ രംഗത്തുണ്ട്. ഞങ്ങളാരും ശത്രുക്കളല്ല, പത്രക്കാരാണ്. ഇപ്രാവശ്യം UDF ജില്ലാ പഞ്ചായത്തിൽ തിരിച്ചു വരികയാണെങ്കിൽ, ജില്ലാ പഞ്ചായത്ത് ഭരണം UDF ലഭിക്കുകയാണെങ്കിൽ, താങ്കളുടെ ഭാര്യ ഒരുപക്ഷെ ഇവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയാണെങ്കിൽ താങ്കൾ ഒരു ലാലു ആകുമോ? ഇപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യം പിൻസീറ്റ് ഡ്രൈവിങ്ങിനെ പറ്റിയാണ്. പാർട്ടി എടുക്കുന്ന തീരുമാനപ്രകാരമായിരിക്കും പ്രസിഡന്റോ ഭൂരിപക്ഷം കിട്ടിയാലാവുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യം നിങ്ങൾ ചോദിക്കുന്നത് പ്രസിഡന്റ് ആയതിനു ശേഷം ചോദിച്ചാൽ മതി. അതിനുള്ള ഉത്തരം അന്നേ ഞാൻ അന്ന് താങ്കൾ ലാലു ആകുമോ ഇല്ലേ താങ്കൾ ഇപ്പൊ ഈ സന്ദർഭത്തിൽ എനിക്ക് ഉത്തരവുമില്ല. അങ്ങനെ കഴിഞ്ഞ 5 വർഷക്കാലം ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലക്ക് ഒരു ഇടപെടലും എന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അവരെ സ്വതന്ത്രമായി മെമ്പറായി പ്രവർത്തിച്ചതാണ്. മൊഗ്രാൽ ന്യൂസിന് ഗൾഫിൽ നിന്നും നാട്ടിൽ നിന്നും ലഭിക്കുന്ന നിർലോഭമായ പിന്തുണയും പ്രതികരണവുമാണ് ഞങ്ങളെ വീണ്ടും വീണ്ടും വാർത്ത വായിക്കാൻ പ്രേരിപ്പിക്കുന്നത്. മരുഭൂമിയിലെ കൊടും ചൂടിൽ അധ്വാനിക്കുമ്പോഴും പ്രവാസിയുടെ മനസ്സ് നാടിന്റെ സ്പന്ദനങ്ങൾ അറിയാൻ കാതോർത്തിരിക്കുന്ന അവസ്ഥ ഈ വിനീതനും ബോധ്യമുള്ള വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അനീസ് റഹ്മാന്റെ മനസ്സിലുദിച്ച ഈ ആശയം ഇന്ന് വലിയൊരു സംരംഭമായി വികസിച്ചപ്പോൾ ഓരോ മൊഗ്രാൽ നിവാസിയും അഭിമാനം കൊണ്ടു. മൊഗ്രാൽ ഓൺലൈനിനെ സജീവമാക്കാൻ മൊഗ്രാൽ ന്യൂസിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളും കൃതാർത്ഥരായി. മൊഗ്രാൽ ന്യൂസിന്റെ മറ്റൊരു എപ്പിസോഡിനായി കാത്തിരിക്കുക. അസ്സലാമു അലൈക്കും.